കേരളം ദുരന്തമുഖത്താണ്. രാത്രിയിൽ വയനാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തു വരുന്നത് നിലവിളികൾ മാത്രമാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ശ്വാസം കിട്ടുന്നില്ല, മണ്ണിനടിയിലാണ്, ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്, ഒന്നു രക്ഷിക്കണേ. ഒരു ദയനീയമായ കാഴ്ച തന്നെ. ഇതൊക്കെ കേട്ട് സത്യത്തിൽ മനസ്സ് തകർന്നു പോവുകയാണ്. വീട്ടമ്മമാരുടെ കരച്ചിൽ, മുതിർന്നവരുടെ കരച്ചിൽ, കുട്ടികളുടെ കരച്ചിൽ എന്ന് വേണ്ട, ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടുന്നത്. രണ്ടാമത് ചൂരൽമല സ്കൂൾ സമീപത്താണ് ഉരുൾപൊട്ടിയത്. 3 തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. വീടുകളും സ്കൂളുകളും തകർന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളിൽ വെള്ളവും ചെളിയും കയറി നിറഞ്ഞിരിക്കുകയാണ്. 400-ലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ചൂരൽമല ടൗണിലെ പാലം തകർന്നു. പലയിടത്തും രക്ഷാദൗത്യത്തിനുള്ള സംഘങ്ങൾ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ തന്നെ നിരവധി പേർ ജീവന് വേണ്ടി കേഴുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി പേരാണ് പല സ്ഥലത്തായി കുടുങ്ങിക്കിടക്കുന്നത്. കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര ആളുകൾ എങ്ങോ സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചൂരൽമലയിൽ മാത്രം നിരവധി ഫാമിലിയും കുട്ടികളുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നെന്ന് പറഞ്ഞ് നിരവധി ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ, കൂടെയുള്ള ആളിനെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. മണ്ണിൻ്റെ ഉള്ളില ചള്ളയിൽ പുതഞ്ഞു കിടക്കുകയെ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ കൂടെയുള്ള ആളുകളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് ടെലിവിഷൻ മീഡിയകളിലൊക്കെ കൊടുത്ത നമ്പറുകളിൽ അവരെ വിളിച്ച് അറിയിക്കുന്നുമുണ്ട്. എന്തായാലും എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു ഊർജിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.